empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് പഴയ നിയമത്തിൽ സംഖ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സെലോഫഹാദിന്റെ 5 പെൺമക്കളെ കുറിച്ചായിരുന്നു. നമ്മൾ കണ്ടു, തങ്ങൾക്ക് അർഹമായത് നേടിയെടുക്കുവാൻ വളരെ ധൈര്യത്തോടെ ഐക്യത്തോടെ അവർ ഒരുമിച്ച് സമൂഹത്തിന്റെ മുൻപിൽ സംസാരിച്ച് സ്വന്തമാക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അവസാനം കർത്താവ് അവരുടെ ആഗ്രഹത്തെ കാണുകയും അവർക്ക് അർഹമായ അവകാശം അവർക്ക് നൽകുകയും ചെയ്യുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശക്തരായിരിക്കാൻ, ധീരരായിരിക്കാനുള്ള വലിയൊരു ആഹ്വാനമാണ് സെലോഫഹാദിന്റെ 5 പെൺമക്കളുടെ ജീവിതം നമുക്ക് പകർന്നു നൽകുന്നത്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവാക്യത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രേഷ്ഠമായ ഒരു വചനം കാണുന്നുണ്ട്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ നയിക്കുക, അവർക്ക് വാഗ്ദത്ത ദേശം വിഭജിച്ചു കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ജോഷുവയ്ക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു ദൗത്യം നൽകുന്നതിന് മുൻപായിട്ട് കർത്താവ് ജോഷുവയോട് പറയുന്ന ഒരു കാര്യമാണ് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവാക്യത്തിൽ നമ്മൾ കാണുന്നത്. തിരുവചനം ഇപ്രകാരമാണ്: ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ശക്തനായിരിക്കണം, ധീരനായിരിക്കണം, പരിഭ്രമിക്കരുത്, ഭയപ്പെടരുത്. കർത്താവ് നീ എവിടെ പോയാലും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം നൽകുകയാ. ഈ ഒരു വാഗ്ദാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. പ്രിയമുള്ളവരെ, ജോഷുവയുടെ ആ ഉത്തര നിർവഹണത്തില് അവന് കർത്താവ് ആവശ്യമായതെല്ലാം പകർന്നു നൽകിയതുപോലെ നമുക്ക് നാം ആയിരിക്കുന്ന ജീവിത അവസ്ഥകൾക്ക് ആവശ്യമായ ആ ഒരു ശക്തി, ധൈര്യം, കൃപകൾ അതെല്ലാം ലഭിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മ ശക്തിക്കായിട്ട്, പരിശുദ്ധാത്മ ധൈര്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിൽ ഏക മനസ്സായിട്ട് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച്, ഒപ്പം പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്കായി, വരദാന ഫലങ്ങൾക്കായി ആഗ്രഹിച്ച് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് അഭിഷേകം ചെയ്യണമേ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിക്കാം. ഹല്ലേലൂയ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. പരിശുദ്ധാത്മാവേ, നിറയണമേ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. പരിശുദ്ധാത്മാവേ, അഭിഷേകം പകരണമേ. പുതുശക്തി പ്രാപിക്കാൻ, അങ്ങേക്ക് വേണ്ടി ജ്വലിക്കാൻ, അങ്ങേക്ക് വേണ്ടി ധീരതയോടെ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിക്കാം. ആമേൻ, ആമേൻ. ആത്മാവിനാലെ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. പരിശുദ്ധാത്മാവേ, കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിക്കാം. ഹല്ലേലൂയ. ആത്മാവിനാലെ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. ഹല്ലേലൂയ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ഹല്ലേലൂയ.
ഞാൻ ആ കൃപയാ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങേക്ക് വേണ്ടി ജ്വലിക്കുവാൻ, അന്ധകാര ശക്തികൾക്കെതിരെ ധീരതയോടെ പോരാടുവാൻ, അങ്ങേക്ക് വേണ്ടി സധൈര്യം എഴുന്നേറ്റ് നിൽക്കുവാൻ, അങ്ങയോട് ചേർന്ന് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ മണവാട്ടി, പരിശുദ്ധാത്മ അഭിഷേകത്താൽ ഞങ്ങൾ ജ്വലിക്കുന്നവരായി മാറുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിലായിരുന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ആ ഒരു വലിയ കൃപ ലഭിക്കുവാൻ യോസേപ്പ് പിതാവേ, ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും ഒക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു രാജ്ഞിയെ കുറിച്ചാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പോലെ നമുക്കെല്ലാവർക്കും ഒരു താക്കീതായിട്ട് നിൽക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. അത്താലിയ എന്നാണ് ആ രാജ്ഞിയുടെ പേര്. രാജ്ഞിയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. രാജ്ഞിയുടെ ജീവിതത്തിൽ കർത്താവിന് നിരക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ അവൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്നാൽ അവളുടെ അവസാനം എന്തായിരുന്നു എന്ന്, അവളുടെ പ്രയത്നങ്ങൾ, അവളുടെ പദ്ധതികളൊക്കെ എന്തായി തീർന്നു എന്നൊക്കെയാണ് നമ്മൾ കാണാനായി പോകുന്നത്. നമുക്ക് തിരുവചന ഭാഗത്തേക്ക് കടന്നു വരാം. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം, അവിടെ 21-ാം അധ്യായം 6-ാം തിരുവാക്യത്തിൽ നമുക്ക് എന്താ തിരുവചനം പറയുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കാം. ആഹാബിന്റെ മകളായിരുന്നു യെഹോറാമിന്റെ ഭാര്യ. യഹോറാമിന്റെ ഭാര്യ, യഹോറാം എന്ന് പറയുന്ന യൂദാ രാജാവിന്റെ ഭാര്യ ആഹാബ് രാജാവിന്റെ, നമുക്കൊക്കെ അറിയാവുന്നതാണ് ആഹാബ്, ജസബൽ എന്നിവരെ കുറിച്ച്. അവരുടെ മകളായിരുന്നു യഹോറാമിന്റെ ഭാര്യയായ ഈ പറയുന്ന അത്താലിയ രാജ്ഞി. രാജ്ഞിയെക്കുറിച്ച് പേരടക്കം നമുക്ക് തുടർന്ന് കാണുവാൻ സാധിക്കും. അതായത് അത്താലിയ രാജ്ഞിയുടെ മാതാപിതാക്കൾ ആഹാബും ജസബലുമായിരുന്നു. ഇസ്രായേലിൽ ഭരിച്ചിരുന്ന അവർ എത്രമാത്രം ദുഷ്കർമ്മങ്ങൾ ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ ദയനീയമായിട്ടാണ് അവരുടെ അവസാനം തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവിന് തീർത്തും വിരോധമായ രീതിയിൽ പ്രവർത്തിച്ച് ജീവിച്ച 2 പേരായിരുന്നു ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും. അവരുടെ മകളായിരുന്നു ഈ അത്താലിയ രാജ്ഞി. അത്താലിയ രാജ്ഞിയെ യൂദാ രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് യഹോറാമിന്. അങ്ങനെ ഇസ്രായേലും യൂദായും തമ്മിൽ ഒരു ഐക്യം വരുത്തുവാനായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും യഹോറാമിന്റെ ഭാര്യയായിരുന്നു അത്താലിയ. തുടർന്ന് തൊട്ടടുത്ത വാക്യത്തിൽ എന്താ തിരുവചനം പറയുന്നത്? ആഹാബ് ഭവനത്തെ പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. ഇവിടെ ആഹാബ് ഭവനത്തെ പോലെ, ആഹാബ് ഭവനം കർത്താവിനെ ഒത്തിരിയേറെ വേദനിപ്പിച്ചതാണ്. ഈ വിജാതീയ ആചാരങ്ങള്, വിഗ്രഹങ്ങള്, അതെല്ലാം കടന്നു വന്നിട്ട് കർത്താവിനെതിരെ ഒത്തിരി പ്രവർത്തിച്ചവനായിരുന്നു ആഹാബ്. ആ ഭവനത്തിനെ പോലെ തന്നെ ഇവിടെ യഹോറാമും പ്രവർത്തിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം പ്രിയമുള്ളവരെ? ഇവിടെ യഹോറാമിന്റെ ഒപ്പം ആഹാബ് ഭവനം എന്ന് എടുത്തു പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് കടന്നു വന്ന, ആഹാബ് ഭവനത്തിൽ നിന്ന് കടന്നു വന്ന അത്താലിയായിലൂടെ യഹോറാമിന്റെ സാമ്രാജ്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള കർത്താവിന് നിരക്കാത്ത കാര്യങ്ങൾ കടന്നു വരികയാണ്. കർത്താവിനെതിരെ തിന്മ പ്രവർത്തിക്കുകയാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ ഈ അത്താലിയ രാജ്ഞിയിലൂടെ കടന്നു വന്ന വലിയൊരു വിപത്തിനെ കുറിച്ചാണ് ഇവിടെ തിരുവചനം പറയുന്നത്. നമുക്കൊരിക്കൽ കൂടി ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം. ആഹാബ് ഭവനത്തെ പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയാണ്.
അത്താലിയ രാജ്ഞിയുടെ ഭർത്താവായ യഹോറാം കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയാ. പിന്നീട് കാലങ്ങൾ കടന്നു പോകുന്നു. വലിയ വലിയ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. യഹോറാം മരണമടയുകയാണ്. നമുക്ക് 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ 1-ാം തിരുവാക്യത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവിന്റെ ആത്മാവ് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെ യഹോറാമിന്റെ മകൻ അഹസിയ, യഹോറാമിന്റെയും അത്താലിയായുടെയും മകൻ അഹസിയ യൂദായിൽ ഭരണം നടത്തി. അഹസിയ രാജാവായി മാറുകയാ. തുടർന്ന് തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്, ഭരണമേറ്റപ്പോൾ അഹസിയായ്ക്ക് 42 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 വർഷം ഭരിച്ചു. ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രി അത്താലിയ ആയിരുന്നു അവന്റെ അമ്മ. നമ്മൾ കണ്ടു, അത്താലിയ ആയിരുന്നു അവന്റെ അമ്മ. എന്താണ് ആ അത്താലിയായ്ക്ക് മകനായ അഹസിയായിൽ ഉണ്ടായിരുന്ന സ്വാധീനമെന്ന് 3-ാം തിരുവാക്യം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. മാതാവിന്റെ ദുഷ്പ്രേരണ നിമിത്തം അഹസ്യ ആഹാബ് ഭവനത്തിന്റെ മാർഗത്തിൽ ചരിച്ചു. മാതാവിന്റെ ദുഷ്പ്രേരണ നിമിത്തം നമ്മൾ കണ്ടു, ഈ അത്താലിയ കടന്നു വന്നതോടെ യഹോറാം വിഗ്രഹാരാധകനായി മാറുകയാണ്. കർത്താവിനെതിരെ തിന്മ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ തന്റെ ഭർത്താവിനെ തീർത്തും കർത്താവിനെതിരാക്കി അവൾ മാറ്റുകയാ. ഇപ്പോൾ മകനായ അഹസിയായ്ക്കും അവൾ ദുഷ്പ്രേരണ നൽകുകയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിലെല്ലാം അവൾ വലിയ ദുഷ്പ്രേരണയ്ക്ക്, തെറ്റായ വഴിയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരെ കടത്തിവിടുന്നതിന് കാരണമായി തീരുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തൊട്ടടുത്ത വാക്യത്തിൽ വീണ്ടും 4-ാം തിരുവാക്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കർത്താവിന്റെ ആത്മാവ് കൂടുതൽ വെളിച്ചം വീശുന്നുണ്ട്. ആഹാബ് ഭവനത്തെ പോലെ കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. പിതാവിന്റെ മരണത്തിന് ശേഷം ആഹാബിന്റെ ഭവനത്തിൽ പെട്ടവരായിരുന്നു അവന്റെ ആലോചനക്കാർ. അത് അവന്റെ അധപതനത്തിന് കാരണമായി. ഇവിടെ ആഹാബ് ഭവനത്തിലുള്ളവരായിരുന്നു അവന്റെ ആലോചനക്കാർ. അതായത് ആഹാബ് ഭവനത്തിൽ നിന്നുള്ളവളായിരുന്നു അവന്റെ അമ്മയും മറ്റ് ആലോചനക്കാരും. അവരെല്ലാവരും തിന്മ ചെയ്തിരുന്നവരായിരുന്നു, കർത്താവിനെതിരെ പ്രവർത്തിച്ചവരായിരുന്നു. അവരായിരുന്നു ഈ അഹസിയായുടെ ആലോചനക്കാർ. ഈ ആലോചനകൾ അവന്റെ അധപതനത്തിന് കാരണമായി എന്ന തിരുവചനം പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ളവരുടെ ആ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ചാ കർത്താവിന്റെ ആത്മാവ് ഇവിടെ വെളിച്ചം വീശുന്നത്. നമ്മൾ ഇതിനു മുൻപും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ എങ്ങനെയുള്ള സംഘത്തിലായിരിക്കണമെന്ന്. നമ്മുടെ നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മൾ ഇടപഴകുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് കർത്താവിന്റെ വചനം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ അമ്മയായ അത്താലിയ അവന് ദുഷ്പ്രേരണയ്ക്ക് കാര്യമായി തീർന്നു. അവന്റെ അമ്മയുടെ വീട്ടുകാർ അല്ലെങ്കിൽ അമ്മയുമായി ബന്ധപ്പെട്ട ആ ഒരു കുടുംബത്തിലുള്ളവരെല്ലാം അവന് ദുഷ്പ്രേരണകൾ നൽകുകയാണ്, തെറ്റായ ആലോചനകൾ നൽകുകയാ. അത് അവന്റെ അഹസിയായുടെ അധപതനത്തിന് കാരണമായി തീരുകയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സുഭാഷിത പുസ്തകം 13-ാം അധ്യായം 20-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് എന്താ പറഞ്ഞു തരുന്നത്? വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായി തീരുന്നു. വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായി തീരുന്നു. ഭോഷരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും. ഭോഷരുമായി കൂട്ടുകൂടുന്നവന്, വിവേകമില്ലാത്തവരോട് കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും. ഈ വചനമാണ് അഹസ്യായുടെ ജീവിതത്തിൽ ലിറ്ററലായിട്ട് സംഭവിച്ചത്. അവർ കർത്താവിനെതിരെ നിന്നവരായിരുന്നു. അവരുടെ ആലോചനകൾ സ്വീകരിച്ചപ്പോൾ അവന് ഉപദ്രവം നേരിടുകയാ. തിരുവചനം പറയുന്നത് പോലെ അവൻ അധപതിക്കുകയാണ്. അവൻ അവിടെ തന്നെ തീർന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ് സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായത്തിലെ 1-ാം തിരുവാക്യം. എന്താ തിരുവചനം പറയുന്നത്? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഇവിടെ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുന്നവർ, പാപികളുടെ വഴിയിൽ വ്യാപരിക്കുന്നവര്, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുന്നവര്, ഇങ്ങനെയുള്ള ആ ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് നന്മയായി തീരുകയില്ല. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ നമ്മളും ആ കൂടെ ചേർന്ന് കളിയാക്കുമ്പോൾ, മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ നമ്മളും ആ കൂടെ ചേർന്ന് അങ്ങ് പോകുമ്പോൾ അതൊന്നും നന്മയ്ക്കായി മാറുകയില്ലെന്നാ തിരുവചനം പറയുന്നത്. നമ്മുടെ നമ്മളായിരിക്കുന്ന ആ സമൂഹം, അതിന് നമ്മുടെ മേൽ വലിയ സ്വാധീനമുണ്ട്.
നമ്മൾ സംസാരിക്കുന്നത്, ആ ഒരു സമൂഹത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ കാര്യമായിട്ട് സ്വാധീനിക്കുമെന്ന തിരുവചനം പറയുന്നത്. ജ്ഞാനികളോട് സംസർഗം പുലർത്തുന്നവൻ ജ്ഞാനിയായി തീരും. അങ്ങനെ അല്ലാത്തവരോട് പെരുമാറുമ്പോൾ, അവരോട് കൂടെ ആയിരിക്കുമ്പോൾ അങ്ങനെ തന്നെ അവരുമായി തീരുകയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വലിയ ഒരു മുന്നറിയിപ്പാണിത്. നമ്മുടെ സംസർഗങ്ങൾ, നമ്മൾ ഇടപഴകുന്നവർ, നമ്മൾ പെരുമാറുന്നവർ, നമ്മുടെ ഒത്തിരിയേറെ അടുത്ത് വ്യാപരിക്കുന്നവർ, അവർ എപ്രകാരമുള്ളവരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അത് വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. നമ്മുടെ തന്നെ കാര്യമല്ല, നമ്മുടെ കുടുംബത്തിലുള്ളവരുടേതാണെങ്കിലും അതിൽ നമുക്ക് വലിയ ജാഗ്രത ഉണ്ടാകണമെന്ന തിരുവചനം പറയുന്നത്. ഇവിടെ തെറ്റായ സംസർഗം അത്താലിയായുടെയും അഹസ്യായുടെയും ഒക്കെ അധപതനത്തിന് കാരണമായി തീരുകയാണ്. അത്താലിയായുടെ വീണ്ടും വേറൊരു സ്വഭാവത്തിലേക്ക് തിരുവചനം വെളിച്ചം വീശുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 11-ാം അധ്യായം 1-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അഹസ്യായുടെ അമ്മ അത്താലിയ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ രാജകുടുംബത്തെ സമൂലം നശിപ്പിച്ചു. ഇവിടെ അത്താലിയ രാജ്ഞിയുടെ വലിയ ദുഷ്ടത നിറഞ്ഞ ഒരു സ്വഭാവത്തെയാണ് കർത്താവിന്റെ വചനം നമുക്ക് കാണിച്ചു തരുന്നത്. തൻ്റെ മകൻ മരിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ ആ അമ്മ എന്താ ചെയ്യുന്നേ? ആ മകനുമായി അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട തൻ്റെ ബന്ധുക്കളെ എല്ലാം, കൊച്ചുമക്കളെ അടക്കം അവിടെ കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തിനായിരുന്നു എന്നറിയോ? ആ ഒരു അവകാശം, രാജ്യത്തിന്റെ ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കുക എന്ന ഒരു അവകാശം തനിക്ക് ലഭിക്കാൻ, തനിക്ക് മാത്രം അതിൽ അവകാശം ഉണ്ടാകാൻ വേണ്ടിയാ ഈ അത്താലിയ അങ്ങനെ ചെയ്തത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അധികാരം അന്തമാക്കുക എന്നൊക്കെ നമ്മൾ പറയുകയില്ലേ, അതാണ് ഇവിടെ സംഭവിച്ചത്. ആ അധികാരം തലയ്ക്ക് പിടിച്ച് മറ്റെല്ലാത്തിനും നേരെ അവൾ അന്ധയായി തീരുകയാണ്. തൻ്റെ ബന്ധുക്കളെ, തൻ്റെ കൊച്ചുമക്കളെ ഒന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. അവൾക്ക് ആ ഒരു അധികാരം മാത്രം മതി. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും അവൾ തയ്യാറാവുകയാ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലതും കാണുമ്പോൾ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇതാണ് പ്രിയമുള്ളവരെ, തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറപ്പെടാൻ വേണ്ടി എന്തും ചെയ്യാൻ മനുഷ്യൻ തയ്യാറാവുകയാ. അതിൻ്റെ ഒരു പഴയ നിയമ ഉദാഹരണമായിട്ടാ അത്താലിയ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവരെ എല്ലാവരെയും അത്താലിയ കൊല്ലുകയാണ്, അവരെയൊക്കെ മാറ്റുകയാണ്. ആ ഒരു ലിസ്റ്റിൽ നിന്ന് മാറ്റിയാൽ താൻ സേഫായി എന്നാണ് അവൾ ചിന്തിച്ചത്. അവളുടെ വഴി അവൾ ക്ലിയർ ആക്കി എന്നാണ് അവൾ ചിന്തിച്ചത്. എന്നാൽ സർവാധിപനായ കർത്താവ്, നമുക്കറിയാം, ദാവീദിന്റെ സിംഹാസനം അവന്റെ തലമുറയിൽ തന്നെ, അവന്റെ കുടുംബത്തിൽ തന്നെ നിലനിൽക്കും എന്ന ഉറപ്പ് നൽകിയവനാ കർത്താവ്. ആ ഉറപ്പ് കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ തീർത്തും ശക്തനാണ് നമ്മുടെ കർത്താവ്. അത്താലിയ വലിയ പ്ലാനൊക്കെ ചെയ്ത് കർത്താവിന്റെ ഈ പദ്ധതിക്ക് തടസ്സം നിൽക്കുകയാ. അവൾ തന്നെ സ്വയം അവൻ സിംഹാസനത്തിൽ കയറിയിരുന്ന് രാജ്ഞിയായിട്ട് മാറുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏക സ്ത്രീയാണ് രാജ്ഞിയായിട്ടുള്ളൂ, അവൾ അത്താലിയയാണ്. സിംഹാസനത്തിലിരുന്ന് അധികാരത്തിലേക്ക് കയറുന്ന, രാജ്ഞിയായിട്ട് വാഴുന്ന ഏക വ്യക്തിയാണ് അത്താലിയ. യൂദായുടെ രാജ്ഞിയായിട്ട് അവൾ 6 വർഷം വാഴുന്നുണ്ട്. ഈ 6 വർഷവും അവൾ വിചാരിച്ചത് എന്താ? തൻ്റെ പദ്ധതികളെല്ലാം നിറവേറി എന്നാണ്. ഇസ്രായേലിൽ അല്ലെങ്കിൽ യൂദായിൽ മറ്റെല്ലാ രാജാവാകാൻ സാധ്യതയുള്ള എല്ലാവരെയും അവൾ വധിച്ചു, സ്വയം രാജ്ഞിയായി അവരോധിച്ചു. അങ്ങനെ അവൾ വാണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് തൻ്റെ വഴികൾ മറ്റൊരു ദിശയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 11-ാം അധ്യായം 2-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്നാൽ അഹസ്യായുടെ സഹോദരിയും യോറാം രാജാവിന്റെ പുത്രിയുമായ യെഹോശെബ രാജകുമാരന്മാർ വധിക്കപ്പെടുന്നതിന് മുൻപ് അഹസ്യായുടെ പുത്രൻ യോവാഷിനെ ധാത്രിയോടൊപ്പം കിടക്കറയിൽ ഒളിപ്പിച്ചു. ഇവിടെ അഹസ്യായുടെ പുത്രിയായിരുന്ന യഹോശിബ കർത്താവിന്റെ ആത്മാവിനാൽ പ്രചോദിതയായിട്ട് അഹസ്യായുടെ മകൻ യോവാഷിനെ ഒളിപ്പിച്ചു വെക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് ആ ധാത്രിയോടൊപ്പം 6 വർഷക്കാലം വളരെ രഹസ്യമായിട്ട് ആ രാജകുമാരനെ അവർ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. 3-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത്താലിയായുടെ 6 കൊല്ലത്തെ ഭരണകാലം അത്രയും അവൻ കർത്താവിന്റെ ഭവനത്തിൽ ധാത്രിയോടുകൂടെ ഒളിവിൽ വസിച്ചു. അങ്ങനെ 6 വർഷക്കാലം ഈ രാജകുമാരനെ മറ്റാരെയും അറിയിക്കാതെ വളർത്തിക്കൊണ്ട് വരികയാണ്. ഇതിന് കർത്താവ് എടുത്തുപയോഗിച്ചത് അഹസ്യായുടെ സഹോദരിയായ യഹോശിബയായിരുന്നു. അവൾ അറിയാതെ തന്നെ അവൾ കർത്താവിന്റെ ഒരു ഉപകരണമായി മാറുകയാണ്.
അവൾ തന്റെ ബന്ധുക്കളോടുള്ള സ്നേഹത്താലാണ് യോവാഷിനെ ഒളിപ്പിച്ചതെങ്കിൽ കർത്താവ് തന്റെ പദ്ധതി നിർവഹണത്തിന് അവളെ ഒരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു. ഇവിടെ അത്താലിയ രാജ്ഞി കർത്താവിന്റെ പദ്ധതിക്ക് തടസ്സം നിൽക്കുമ്പോൾ, മറുവശത്ത് അതേ കുടുംബത്തിൽ നിന്നുള്ള യഹോശിബ കർത്താവിന്റെ പദ്ധതികൾക്ക് വേണ്ടുന്നതായ എല്ലാ സപ്പോർട്ടും നൽകി അതിന് ഒരു ഉപകരണമായി തീരുകയാണ്. തുടർന്ന് അതേ അധ്യായത്തിൽ 12-ാം തിരുവാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്നു, കിരീടമണിയിച്ച് അധികാരപത്രവും നൽകി. അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ച് അഭിഷേകം ചെയ്തു. അവർ കരഘോഷത്തോടെ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ഉദ്ഘോഷിച്ചു. ഇവിടെ അങ്ങനെ ഒളിവിൽ കഴിഞ്ഞിരുന്ന യോവാഷ് രാജകുമാരനെ രാജാവായി കിരീടം ധരിപ്പിച്ച് ആ ഒരു ഭരണത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. മാനുഷിക പദ്ധതികൾ അനുസരിച്ച് ആ ഒരു യൂദാ കുടുംബം മുഴുവൻ തകർന്നു പോയിരുന്നു. എന്നാൽ മറ്റാരും അറിയാതെ കർത്താവ് യോവാഷിനെ വളർത്തിക്കൊണ്ടു വരികയാണ്. അവനെ യൂദായുടെ ഭരണം ഏൽപ്പിക്കുകയാണ്. കർത്താവ് തന്റെ വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യും. അതിന് വേണ്ടുന്നതായതെല്ലാം ആ രീതിയിൽ എല്ലാം ക്രമീകരിച്ചുകൊണ്ടാണ് കർത്താവ് ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, കർത്താവ് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറുന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ കർത്താവ് അതിന്റെ വേണ്ടുന്നതായതെല്ലാം സ്വരുക്കൂട്ടിക്കൊണ്ടായിരിക്കുന്നത്. ആവശ്യ നേരത്ത്, കൃത്യസമയത്ത്, കർത്താവിന്റെ സമയത്ത് അത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഇത്രയൊക്കെ ചെയ്ത അത്താലിയ രാജ്ഞിക്ക് എന്താ സംഭവിച്ചത്? നമുക്കതൊന്ന് ശ്രദ്ധിക്കാൻ പ്രിയമുള്ളവരെ. 2 രാജാക്കന്മാർ 11-ാം അധ്യായം 16-ാം തിരുവാക്യം. അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിന്റെ അശ്വകവാടത്തിങ്കൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് വധിച്ചു. ഇവിടെ അത്താലിയ രാജ്ഞി വധിക്കപ്പെടുകയാ. യോവാഷിനെ രാജാവായിട്ട് ഉയർത്തി ഉടനെ തന്നെ ബാക്കിയുള്ളവർ, അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ അല്ലെങ്കിൽ കാവൽഭടൻ നായകർ, അവരെല്ലാവരും ചേർന്ന് അത്താലിയ രാജ്ഞിയെ വധിക്കുകയാണ്. തന്റെ ആ ഒരു പ്രവൃത്തിയുടെ ഫലം, കുറെ കാലം അവൾ വിചാരിച്ചു അവൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. താൻ ചെയ്ത തെറ്റായ പ്രവൃത്തികളെല്ലാം ആരും അറിയാതെ അടിയെ പോയി എന്നവൾ വിചാരിച്ചു. സങ്കീർത്തനങ്ങൾ 92-ാം അധ്യായം 7-ാം തിരുവാക്യം എന്താ തിരുവചനം പറയുന്നത്? ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു, തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു, എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. ഈ ഒരു വചനം ലിറ്ററൽ ആയിട്ട് അത്താലിയയുടെ ജീവിതത്തിൽ നിറവേറുകയാണ്. മറ്റെല്ലാവരുടെ മുൻപിൽ ഒരു കാലം, വളരെ കുറച്ച് സമയം അവൾ തഴച്ചു വളർന്നു. രാജ്ഞിയായിട്ട് അവൾ അവിടെ ഉപരോധിതയായി. എല്ലാ രീതിയിലും അവൾ ആഗ്രഹിച്ചതൊക്കെ അവൾക്ക് ലഭിച്ചു. അപ്പോൾ എല്ലാവരും ചിന്തിച്ചു, ദുഷ്ടർ എങ്ങനെ ഇങ്ങനെ തഴച്ചു വളരുന്നതെന്ന്. എന്നാൽ തിരുവചനം എന്താ പറയുന്നത്? നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു, തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു, എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. അവരുടെ ആ ഉയർച്ച, അവര് തഴച്ചു വളരുന്ന ഒരു അവസ്ഥ, അത് എന്നേക്കുമായിട്ടല്ല പ്രിയമുള്ളവരെ. വളരെ കുറച്ച് കാലം, ആ കാലം അവർ വളരെ തഴച്ചു വളരും. പക്ഷേ തീർച്ചയായിട്ടും കർത്താവിന്റെ വിധി അവരുടെ മേൽ വരിക തന്നെ ചെയ്യും. 37-ാം സങ്കീർത്തനം 1ഉം 2ഉം തിരുവാക്യങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. ദുഷ്ടരായവര്, തിന്മ പ്രവർത്തിക്കുന്നവര് തഴച്ചു വളരുന്നത് കാണുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് കർത്താവ് എവിടെ എന്നുള്ളത്. കർത്താവ് എന്തുകൊണ്ട് ഇവർക്കൊരു തടയിടുന്നില്ല എന്നുള്ളത്. തിരുവചനം ഇതിനൊക്കെ ഉത്തരം തന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. ദുഷ്ടർ തഴച്ചു വളരുന്ന ഒരു സമയമുണ്ട്, പക്ഷെ അത് എക്കാലത്തേക്കുമാണെന്ന് ഒരിക്കലും തിരുവചനം പറയുന്നില്ല. അവർ വളരുന്ന പോലെ തന്നെ തളരുകയും ചെയ്യും. അവർ പുല്ല് തീരുന്നത് പോലെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുമെന്നാ തിരുവചനം പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ കൃപയിൽ മുന്നേറാൻ ശ്രദ്ധിക്കേണ്ടവരാ. മറ്റുള്ളവർ, തിന്മ പ്രവർത്തിക്കുന്നവർ തഴച്ചു വളരുന്നുണ്ടെങ്കിൽ കർത്താവ് അവരുടെ കാര്യം നോക്കിക്കോളും. അവരെ ജഡ്ജ് ചെയ്യാനും അവരുടെ കുറ്റം പറയാനും അവരെ ചോദ്യം ചെയ്യാനും നമ്മൾ പോകേണ്ട കാര്യമില്ല. അതെല്ലാം കർത്താവ് ചെയ്തോളും. സർവാധിപനായ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. എല്ലാം കാണുന്നവനായ, ഹൃദയ വികാര വിചാരങ്ങളെല്ലാം അറിയുന്നവനായ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 93-ാം അധ്യായം 1-ാം തിരുവാക്യം എന്താ പറയുന്നത്? കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല.
കർത്താവാണ് പ്രിയമുള്ളവരെ വാഴുന്നത്. ശക്തിയിൽ മഹിമ അണിഞ്ഞിരിക്കുന്നവൻ നമ്മുടെ കർത്താവാ. കർത്താവിന്റെ കയ്യിലാണ് ഈ ലോകത്തിലെ സകലതും. അതുകൊണ്ട് തന്നെ കർത്താവ് വാഴുന്നിടത്ത് കർത്താവിന്റെ മക്കൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. കർത്താവാണ് വാഴുന്നത്, കർത്താവാണ് നയിക്കുന്നത്. വീണ്ടും സങ്കീർത്തനങ്ങൾ 47-ാം അധ്യായം 8-ാം തിരുവാക്യം എന്താ പറയുന്നത്? ദൈവം ജനതകളുടെ മേൽ വാഴുന്നു, അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. പരിശുദ്ധ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവിന്റെ മക്കളാ നമ്മള്. ലോകത്തിൽ പലരും വളരുന്നത് കണ്ട് അല്ലെങ്കിൽ അവരുടെ തിന്മ പ്രവർത്തികളെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന അത്താലിയ രാജ്ഞി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത്താലിയ രാജ്ഞി തൻ്റെ ആ ഒരു സ്വാധീനം, ദുഷ്സ്വാധീന നിമിത്തം തൻ്റെ കുടുംബത്തിന് തന്നെ വലിയ നാശം വരുത്തി വെച്ചവളായിരുന്നു. തൻ്റെ ചീത്തയായ ആഗ്രഹങ്ങള്, ദുർമോഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ നിമിത്തം, അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ആർത്തി നിമിത്തം അന്ധമായി പോയവളായിരുന്നു. എന്നാൽ അവളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം കർത്താവ് വിരാമമിടുകയാ. താൻ ചെയ്ത പ്രവൃത്തികൾക്കുള്ള ഫലം അവൾ തന്നെ അനുഭവിക്കുകയാ. തൻ്റെ കുടുംബം നശിച്ചു പോവുകയാണ്, അവൾ തന്നെ നശിപ്പിക്കുകയാണ്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നില്ലേ, ഭോഷയായവൾ സ്വന്തം കൈകൊണ്ട് തൻ്റെ കുടുംബത്തെ ഇടിച്ചു നിരത്തുന്നു. അത്താലിയ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. സ്വന്തം കൈകൊണ്ട് തൻ്റെ കുടുംബത്തെ നശിപ്പിച്ചവളായിരുന്നു അത്താലിയ. ദുഷ്പ്രേരണകൾ നിമിത്തം, ദുഷ്സ്വാധീന നിമിത്തം, തെറ്റായ ഉപദേശങ്ങൾ നിമിത്തം, തെറ്റായ ആഗ്രഹങ്ങൾ നിമിത്തമെല്ലാം തൻ്റെ കുടുംബത്തിന് തന്നെ വലിയ ദോഷമുണ്ടാക്കിയവളായിരുന്നു അത്താലിയ. എന്നാൽ കർത്താവ് സർവാധിപനായി വാണ് അവളുടെ എല്ലാ പദ്ധതികളെയും മാറ്റി നിർത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഒരു കർത്താവിനെ സേവിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ധൈര്യമുള്ളവരായിരിക്കാം. കർത്താവിന് തൻ്റെ പദ്ധതികളുണ്ട്, തൻ്റെ മാർഗങ്ങളുണ്ട്, തൻ്റെതായ വിധങ്ങളുണ്ട്. അത് കർത്താവ് നിറവേറ്റുക തന്നെ ചെയ്യും. ആ കർത്താവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഭരമേൽപ്പിച്ചതുകൊണ്ട് അത്താലിയായിലൂടെ കർത്താവ് നമുക്ക് നൽകിയ താക്കീതുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ നന്ദി പറയുകയാണ്. അങ്ങ് ഞങ്ങളുടെ ഈ ജീവിത യാത്രയിൽ നൽകുന്ന ഓരോ താക്കീതുകളെയും ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. അങ്ങ് നൽകുന്ന മുന്നറിയിപ്പുകളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അത്താലിയയുടെ ജീവിതത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ജീവിത പാഠങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോക വഴിയെല്ലാം അടഞ്ഞിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ. പറയുന്ന കർത്താവേ, വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോക വഴിയെല്ലാം അടഞ്ഞിടുമ്പോൾ തന്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ, അങ്ങ് ഞങ്ങളെ വഴി നടത്തും. ഞങ്ങളുടെ മുൻപിൽ മാർഗങ്ങളൊന്നും തുറന്നിട്ടില്ലെങ്കിലും അങ്ങാണ് സർവ്വ അധിപനായ കർത്താവ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ആവശ്യമായ വഴികൾ തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. മാനുഷികമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും അങ്ങ് നീക്കി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനുന്നതൻ സർവം വാക്കാൽ വാഹിക്കുന്നവൻ, അവൻ വന്നിതൻ സർവത്തിനും മീതെയുള്ളവൻ. അവനുന്നതൻ സർവം വാക്കാൽ വാഹിക്കുന്നവൻ, അവൻ വന്നിതൻ സർവത്തിനും മീതെയുള്ളവൻ. എന്നാൽ ഏഴ ചൊല്ലിടും കുഞ്ഞു സങ്കടങ്ങളും കേൾക്കാൻ മനസ്സലിവുള്ള കാതരാം. എന്നാൽ ഏഴ ചൊല്ലിടും കുഞ്ഞു സങ്കടങ്ങളും കേൾക്കാൻ മനസ്സലിവുള്ള കാതരാം. ദൈവം വഴി തുറക്കും, മുന്നിൽ പാത തെളിക്കും, ലോക വഴിയെല്ലാം അടഞ്ഞിടുമ്പോൾ തൻ്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ. തൻ്റെ കരതലത്തിൻ നല്ല കരുത്തിനാലെ എന്നെ ദിനം തോറും നടത്തിയിടുമേ. എന്നെ ദിനം തോറും നടത്തിയിടുമേ. ഞങ്ങൾ അനുദിനം അങ്ങ് നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയോർത്ത്, കൃപയോർത്ത്, കരുതലിനെ ഓർത്ത് കർത്താവേ ഞങ്ങൾ അങ്ങേക്ക്
അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നടത്തുന്ന വലിയ വിസ്മയകരമായ പ്രവർത്തികളെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങയുടെ സർവാധിപത്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വഴികൾ അടഞ്ഞിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വഴി തുറന്നു തരുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവെ, തെറ്റായ വഴി ഒരിക്കലും പോകാതെ അങ്ങയോട് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള കൃപ, കരുണ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അത്താലിയായുടെ ജീവിതത്തിലൂടെ കർത്താവ് നൽകിയ മുന്നറിയിപ്പുകളെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ചുറ്റുമുള്ള സ്വാധീനങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ മക്കളുടെ ജീവിതത്തിലുള്ള സ്വാധീനങ്ങളെ ശ്രദ്ധിക്കാം. തെറ്റായ മാർഗങ്ങളിൽ നിന്ന് നമുക്ക് തീർത്തും മാറി നിൽക്കാം. കർത്താവിൻ്റെ സർവാധിപത്യത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.